കണ്ട ഭഗവാനെ, അങ്ങയുടെ നെറുകയ്ക്ക് ഭൂഷണമായ സ്വർണ്ണപ്പൊട്ടു പോലും കാഴ്ചയായി ഈ ഉള്ളവൾക്ക് സമർപ്പിച്ച ദാനധർമ്മിഷ്ഠനായ അങ്ങേക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. മേലധികാരി മാപ്പ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉയർന്ന നിലയിലുള്ളവളാണെന്നോ എല്ലാം തികഞ്ഞവളാണെന്നോ ഉള്ള ഭാവം എന്നിൽ ഒരിക്കലും ഉണ്ടാവില്ല ഭഗവാനെ. എല്ലാവരുടെ മുന്നിലും വിനീത ഭാവം കാട്ടാനുള്ള മനക്കരുത്ത് എനിക്കുണ്ടാകണേ ഭഗവാനെ. എന്റെ അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള ത്രാണി മാത്രമേ എന്റെ ഭക്തിക്ക് ഞാൻ അങ്ങയോട് വരമായി ചോദിക്കുന്നുള്ളൂ. ആ വരം കൂടി കനിഞ്ഞ് അനുഗ്രഹിച്ചാലും ഞാൻ എന്നും അങ്ങയുടെ ഭക്തദാസിയായി കഴിഞ്ഞുകൊള്ളാം. എന്റെ അപേക്ഷ കൈവെടിയരുതേ ഭഗവാനെ. ആധിവ്യാധിയായതാ, അല്ലാതെ കുട്ടിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. നല്ല മുഖശ്രീ ഉണ്ടായിരുന്ന കുട്ടിയുടെ മുഖം ഇങ്ങനെ കരിവാളിക്കാൻ കാരണം എന്താ വൈദ്യരെ? പറഞ്ഞില്ലേ, ആധി പിടിച്ച് കുട്ടിയുടെ മനസ്സിന് വല്ലാതെ ഭാരം വർദ്ധിച്ചിരിക്കുന്നു. താങ്ങാനാകാത്ത ആധിയുടെ കൊടും ചൂടുകൊണ്ടാണ് മുഖം കരിവാളിച്ചു പോയത്. ഔഷധങ്ങളൊന്നും ഫലിക്കില്ലേ വൈദ്യരെ? കുട്ടിയുടെ ശരീരം ഔഷധങ്ങളോട് പ്രതികരിക്കുന്നില്ല. ആ സ്ഥിതിക്ക് ഔഷധങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഒരു പരിഹാരമേ എനിക്ക് നിർദ്ദേശിക്കാനുള്ളൂ. മനോവ്യത ഒഴിവാക്കി മനസ്സിനെ ശാന്തപ്പെടുത്തുക. മഹാവൈദ്യനാണല്ലോ ശ്രീ പരമേശ്വരൻ. അദ്ദേഹത്തെ നിരന്തരം പ്രാർത്ഥിച്ചാൽ മനഃശാന്തി കിട്ടും. എന്നാ ഞാനങ്ങോട്ട് വരൂ വൈദ്യരെ. വൈദ്യം പറഞ്ഞത് കേട്ടില്ലേ? വീണ്ടും കരഞ്ഞു വിളിച്ച് മനസ്സിന് ആദ്യ കയറ്റാതെ ചേച്ചി ശിവപഞ്ചാക്ഷരി ജപിക്ക്. ഇല്ല, എനിക്ക് ഒന്നിനും കഴിയുന്നില്ല. ആദ്യം മാറാവ്യാധിയായി മാറിക്കോട്ടെ. എന്റെ ശരീരം മുഴുവൻ വികൃതമായിക്കോട്ടെ. താലി കെട്ടിയ ഭർത്താവിന് എന്നെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനായി സൗന്ദര്യം? എന്തിനാണ് മനസ്സുഖം? വേണ്ട, ഒന്നും വേണ്ട എനിക്ക്.
മനസ്സ് പൂർണ്ണമായും ശാന്തമായാലേ അസുഖത്തിന് നേരിയ ശമനമുണ്ടാകുമെന്നാണ് വൈദ്യരുടെ ഉറച്ച പക്ഷം. നമ്പി പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞല്ലോ. താലി കെട്ടിയ പെണ്ണിനെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാൻ കഴിയാത്ത എന്ത് തിരക്കാണ് അവനുള്ളത്. അവൻ എന്റെ കുഞ്ഞിനെ ചതിക്കുകയായിരുന്നു. അരുത്, അങ്ങനെ ചിന്തിക്കരുത്. അറിവുടയ നമ്പി നേരും നെറിയുമുള്ളവനാ, ചതിക്കില്ല. അവൻ മടങ്ങി വരും. മടങ്ങി വരാൻ വൈകുമെങ്കിൽ ജ്യേഷ്ഠന് കാശിയിൽ നിന്നു ഒരു ദൂതനെ അയച്ച് വിവരങ്ങൾ ധരിപ്പിക്കാമായിരുന്നല്ലോ. അത് ചെയ്യാത്ത സ്ഥിതിക്ക് അല്ലിയരസിയുടെ ജാതകം പരിശോധിച്ച ജ്യോത്സ്യൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. കുട്ടിയുടെ വിവാഹം നടന്ന് കുറച്ചുനാൾ കഴിയുമ്പോൾ ഭർതൃവിരഹവും തുടർന്നുള്ള അനിഷ്ടങ്ങളുമൊക്കെ സംഭവിക്കുമെന്ന്. കുറച്ചുകാലം കഴിയുമ്പോൾ ഭർത്താവുമൊത്ത് സമാധാനപരമായ ഒരു മാതൃകാ ദാമ്പത്യ ബന്ധം ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു. ജീവിതം സുഖദുഃഖ സമ്മിശ്രമല്ലേ താമരെ? ജ്യോത്സ്യൻ പറഞ്ഞ കെട്ട കാലമായി ഇപ്പൊ നമ്മുടെ കുട്ടിക്ക്. കാലക്കേട് നീങ്ങുമ്പോ നമ്പി മടങ്ങി വരും. എല്ലാം ശോഭനമായി തന്നെ ഭവിക്കും. ശംഭു മഹാദേവ. സ്വാമികളെ, നമസ്കാരം. സുബ്ബണ്ണ സ്വാമികളെ. നമസ്കാരം. ഇരിക്കൂ. സദാനന്ദൻ എന്താ ഈ വഴിക്കൊക്കെ? ഒരു വിശേഷമുണ്ട്, ചേച്ചിയെ കൂടി വിളിക്കേ. താമരെ. ആ, കുട്ടിയുണ്ടല്ലോ. ഞാൻ വന്നത് ഈ കുട്ടിക്കൊരു വിവാഹാലോചനയുമായിട്ടാ. പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട ചെക്കനാ ആലോചനയുമായി എന്നെ ഇങ്ങോട്ട് അയച്ചത്. പേരുകേട്ട ബ്രാഹ്മണ തറവാട്ടിലെ അംഗം, സുമുഖൻ, വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു പാഠശാലയിൽ കുട്ടികളെ വേദം പഠിപ്പിക്കുന്നു. ധനസ്ഥിതിയാണെങ്കിൽ ബഹുക്ഷേമം, ദുശീലങ്ങൾ ഒന്നുമില്ലാത്ത പരമസാത്വികൻ. എന്തു പറയുന്നു? കുട്ടിക്ക് താല്പര്യമില്ലെന്ന് തോന്നുന്നു. താല്പര്യക്കേടൊന്നുമില്ല. മൂത്ത മകളുടെ ഭർത്താവ് പുറപ്പെട്ടു പോയിട്ട് കാലം കുറയായി. ഇതുവരെ അയാളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അതിന്റെ വേവലാതിയിലും ദുഃഖത്തിലുമൊക്കെ ഞങ്ങളെല്ലാവരും. അതൊക്കെ പല കുടുംബങ്ങളിലും നടക്കുന്ന കാര്യമല്ലേ? ഒക്കെ വിധിയാണ് എന്ന് വെച്ച് വിവാഹപ്രായമായ മകളെ അയക്കണ്ടെന്നാണോ? ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ മറ്റൊരു ദിവസം വരൂ. ശരി, അങ്ങനെ ആകട്ടെ. അയാള് പറഞ്ഞു കേട്ടപ്പോ ചെക്കൻ നമ്മുടെ കുട്ടിക്ക് ഇണങ്ങുമെന്ന് തോന്നുന്നു. ഇതിനേക്കാൾ കേമത്വവും ഉത്തമ പൊരുത്തവുമൊക്കെ ഉണ്ടായിരുന്നില്ലേ അറിവുടേ നമ്പിക്ക്? എന്നിട്ട് എന്തായി? മകൾക്ക് തീരാ കണ്ണീരല്ലേ വിധി? കൈലാസനാഥ ഭഗവാനെ, എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു?
ശിവായ. ഗിരികന്യാരമണ പന്നകഭൂഷണ. ഓം സർവപൂജിതായ നമ. ഓം നാരദ മാമുനി വന്ദിതായ നമ. ഓം സർവദുഃഖവിനാശായ നമ. ഓം സർവദുഃഖരക്ഷിതായ നമ. പരമേശ്വര, സച്ചിന്മയ ഭഗവാനെ, അങ്ങ് ഈയുള്ളവന് സർവ്വസൗഭാഗ്യവും നൽകി നിത്യവും അനുഗ്രഹിക്കുന്നുണ്ട്. അതിന് അങ്ങയോട് അടിയൻ കടപ്പെട്ടിരിക്കുന്നു. തുടർന്നും അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഈയുള്ളവന് തുണയേകണേ ഭഗവാനെ. സർവ ആശങ്കകളും ദൂരീകരിക്കണേ. ശിവമാർഗചാരിയായി കൈപിടിച്ച് നടത്തണമേ ഭഗവാനെ. മോളെ, നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താ അച്ഛാ? നിന്റെ അനുജത്തിക്ക് ഒരു വിവാഹാലോചന വന്നിരിക്കുന്നു. പറഞ്ഞു കേട്ടിടത്തോളം നമ്മുടെ സാഹചര്യത്തിനും സംസ്കാരത്തിനുമൊക്കെ ഇണങ്ങുന്ന ചെക്കനാണ്. വേദത്തിലും ശാസ്ത്രത്തിലുമൊക്കെ പാണ്ഡിത്യവും ഉണ്ട്. എങ്കിൽ എത്രയും പെട്ടെന്ന് അനുജത്തിയുടെ വിവാഹം നടത്തണം അച്ഛാ. ചേച്ചി, ഭർത്താവിനെ പിരിഞ്ഞ് കരിവാളിച്ച മുഖവും കണ്ണീരുമായി കഴിയുന്ന ഒരു പെൺകുട്ടി കൂടി ഈ തറവാട്ടിലുണ്ടാവണം, അല്ലേ? ചേച്ചി ഈ അവസ്ഥയെ കണ്ടിട്ട് വേണോ എനിക്ക് പടിയിറങ്ങാൻ? വേണ്ട, എനിക്കിപ്പോ വിവാഹം വേണ്ട. ഇപ്പോഴൊന്നല്ല, ചേച്ചിയുടെ ഈ അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഈ ജന്മം എനിക്ക് വിവാഹം വേണ്ട. നീ എന്ത് വിഡിതമാണ് ഈ പറയുന്നത്? ജാതക വിധിപ്രകാരം ഞാനിപ്പോ ഭർത്തൃവിരഹ ദുഃഖം അനുഭവിക്കേണ്ട സമയമാണ്. സമയദോഷം തീരുന്നതുവരെ ഞാനത് അനുഭവിച്ചേ തീരൂ. അതോർത്ത് നീ വിഷമിക്കരുത്. ഒറ്റത്തടിയായി കഴിയേണ്ടവളല്ല നീ. കുട്ടി, ചേച്ചിയുടെ അവസ്ഥയോർത്ത് നീ ഇങ്ങനെ അവിവാഹിതയായി കഴിഞ്ഞാൽ നിന്റെ ചേച്ചിക്കും അച്ഛനും അമ്മയ്ക്കും തീരാ കണ്ണീരാവില്ലേ ഫലം? ചേച്ചിയുടെ ഈ ദുരവസ്ഥയൊക്കെ അധികം വൈകാതെ മാറിക്കൊള്ളും. വേണ്ട, എന്റെ തീരുമാനം ഞാൻ അറിയിച്ചു കഴിഞ്ഞു. മോളെ, വേദശാസ്ത്രങ്ങളിൽ പാണ്ഡിത്യമുള്ള ചെക്കൻ, പരമസാത്വികൻ. അച്ഛൻ ഈ ബന്ധം വളരെ ഇഷ്ടപ്പെട്ടു. നീ ഈ വിവാഹത്തിന് സമ്മതിക്കണം. അമ്മയുടെ അഭിപ്രായവും ഇത് തന്നെയാണോ? നിന്റെ അച്ഛന്റെ അഭിപ്രായത്തെ മറികടന്ന് എനിക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടായിട്ടില്ലല്ലോ. പ്രായമായ പെൺമക്കൾക്ക് തക്ക സമയത്ത് മാലയോഗം ഉണ്ടാകണമെന്നത് ഏത് അച്ഛനമ്മമാരുടെയും ആഗ്രഹമല്ലേ കുട്ടി? നിന്റെ ചേച്ചിയുടെ ദുർവിധി തന്നെ നിനക്കും ഉണ്ടാകണമെന്നില്ലല്ലോ. നീ ഈ വിവാഹത്തിന് സമ്മതിച്ചേക്ക്. ഒരു പക്ഷേ
വിവാഹം കഴിയുമ്പോഴായിരിക്കും എന്റെ ഭർത്താവ് മടങ്ങി വരുന്നതും എന്റെ സമയം തെളിയാൻ പോകുന്നതും. അതിന് നിന്റെ വിവാഹം ഒരു നിമിത്തമാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സമ്മതിച്ചേക്ക്. ശരി, എന്റെ വിവാഹം മൂലം ചേച്ചിയുടെ ദുഃഖത്തിന് പരിഹാരമാകുമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഒരു വിശേഷം പറയാം. എന്താണാവോ? അല്ലിയരസിയുടെ അനുജത്തി അല്ലിമലറിന്റെ വിവാഹം ഇന്നാണ്. മറ്റേതൊരു ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം എന്നറിഞ്ഞു. നല്ല വിശേഷം. അല്ലിമലറിനും മംഗല്യയോഗം ഉണ്ടായല്ലോ. ആട്ടെ, അല്ലിയരസിയുടെ വിശേഷം വല്ലതും അറിഞ്ഞോ? അവളുടെ മുഖത്തെ വൈരൂപ്യം മാറിയോ? അവളുടെ ഭർത്താവ് മടങ്ങി വന്നോ? വന്നിട്ടില്ല. അവളുടെ മുഖത്തെ വൈരൂപ്യം മാറിയിട്ടില്ല. അവൾക്ക് എന്നെ പോലെ ദീർഘകാല വിരഹ ദുഃഖമായിരിക്കും ദൈവം വിധിച്ചിരിക്കുന്നത്. എനിക്ക് അവളുടെ പോലെ മുഖവൈരൂപ്യം വന്നില്ല എന്നൊരു വ്യത്യാസം മാത്രം. വിവാഹം കഴിഞ്ഞ് അനുജത്തി കൂടി തറവാട് വിട്ടു പോകുന്നതോടെ അല്ലിയരസിയുടെ ജീവിതം ഒറ്റപ്പെട്ടതുപോലെയാവും. ഒക്കെ ഓരോരോ യോഗങ്ങൾ. താമരേ, നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ദുഃഖിച്ചിരുന്നാലോ? അത് അല്ലിയരസിയെ കൂടുതൽ വേദനയുണ്ടാക്കില്ലേ? നീ പോയി അവളോട് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു വിരിക്കും. ഒന്നിനും മനസ്സ് വരുന്നില്ല എനിക്ക്. ഇളയ മകൾ വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ തറവാട്ടിൽ, മൂത്ത മകൾ കണ്ണീരൊലിപ്പിച്ച് അറയ്ക്കുള്ളിൽ ഒരേ കിടപ്പ്. എന്തുമാത്രം ഒച്ചയും ബഹളവുമുള്ള തറവാടായിരുന്നു ഇത്. ഇന്നീ തറവാട് ഉറങ്ങിപ്പോയി. അല്ലിമലരും ഭർത്താവും ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലിയരസിയെ കാണാൻ. ആ, പറഞ്ഞ് നാവെടുത്തില്ല. ദേ അവര് വന്നു കഴിഞ്ഞു. വരണം വരണം. ഇതമ്മേ. ഇതൊന്നും വേണ്ടായിരുന്നു കുട്ടികളെ. ഇതെന്റെ അച്ഛനമ്മമാരുടെ നിർബന്ധം കൊണ്ട് വാങ്ങിയതാണ് അച്ഛാ. വിവാഹം കഴിഞ്ഞ് ആദ്യമായി ഭാര്യാഗ്രഹത്തിൽ പോകുമ്പോൾ ഭാര്യയുടെ അച്ഛനമ്മമാർക്ക് പുതുവസ്ത്രം നൽകണമെന്ന് അവരാ പറഞ്ഞത്. ആ, സന്തോഷമായി. നിന്റെ അച്ഛനമ്മമാരെ കൂടി ഇങ്ങോട്ട് കൂട്ടായിരുന്നു. അവര് ഉടനെ വരുന്നുണ്ട് അച്ഛാ. ചേച്ചിയുടെ അവസ്ഥ അറിഞ്ഞപ്പോ അവരൊക്കെ വളരെ വിഷമിച്ചിരിക്കുക. ഞങ്ങള് ചേച്ചിയെ കണ്ടിട്ട് വരാം. വരൂ.
ചേച്ചി